പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ 5 വചനം എടുത്തായിരുന്നു. നമുക്കതൊന്നിലെടുക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്, അത് കാരണം യേശുവിനെ പരസ്യമായിട്ട് നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ യേശു എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പോൾ നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി അറ്റിച്ചടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാനുള്ള സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാഗം വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ഇവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ഇത് ആദ്യം ചെയ്യാൻ പാടില്ലേ, ആദ്യം ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറയുന്നത് ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. അന്ന് വരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട് ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ലാതെ ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കി വണ്ടി ചാടി പോകും, അതല്ല.
ഹാൾട്ട്. കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യണ ഒരു മാർഗം മാത്രമല്ലേ. റോഡ് എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്, അതല്ലേ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം, കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം, നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം. നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരും, വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കുന്ന സുവിശേഷവിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ യേശുപ്പച്ചനോടും അമ്മ മാതാവിനോടും ഒത്തിരിയേറെ ക്ഷമ ചോദിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് അഖില. ഞാൻ പാലാ രൂപത കടനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ലീവിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷത്തോളമായി ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ MOH ഷാർജയിലേക്ക് പോകാനായിട്ട് MOH എക്സാം എഴുതാനായിട്ട് ഇവിടെ ഒരു ആലപ്പുഴയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു. 10 ദിവസത്തെ ക്രാഷ് കോഴ്സിന്. 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഗുജറാത്തിലാണ് അവളുടെ വീട്. ഞാനിവിടെ എൻട്രൻസിൽ വന്നപ്പം രാവിലെ 7-8 മണി ആയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ എൻട്രൻസിൽ ആരും ഇല്ലായിരുന്നു. ഞാനിവിടെ എൻട്രൻസിൽ വന്നു, മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അന്നേരം എനിക്കൊരു 4 to 5 സെക്കൻഡ് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായി. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണ് അത് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾക്ക് ട്രെയിനിന് സമയമായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി. ഞാൻ വീട്ടിൽ ചെന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു എക്സാമിന് ഞാൻ പോയി. ആകെ 4 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ഏതായാലും ജയിക്കും, എനിക്ക് 4 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. കുറേ നാളുകൾക്ക് ശേഷം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കുകളെല്ലാം മറന്നുപോയി, പ്രാർത്ഥനകളെല്ലാം മറന്നുപോയി. അങ്ങനെ 1.5 മാസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സിങ് എല്ലാം സ്മൂത്തായി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലേക്ക് വന്നു. ഞങ്ങളിവിടെ ഷാർജയിൽ ഞാനവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ രാവിലെ ആകുമ്പോൾ അവർ ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണ്. ഒരു റിപ്ലൈയും വരുന്നില്ല. അവസാനമായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ടും ഞാൻ എൻ്റെ മെറിറ്റിലാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പം ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ആൻസറിൽ അവർ ഭയങ്കര ഇമ്പ്രസീവ് ആവുന്നുണ്ട്. അവർ വെരി ഗുഡൊക്കെ പറയും. ലാസ്റ്റ് എന്നോട് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. എൻ്റെ നാവിൽ ആരോ ചെങ്ങലയിട്ടതുപോലെ എനിക്ക് തോന്നുക. ഞാൻ ആലോചിക്കുമ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഒരു ഇരുട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എനിക്കങ്ങ് ആകെ ഭയങ്കര സങ്കടമായി. പിന്നെയാണ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലായി. ഇത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായി. അന്നേരമാണ് ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കിനെക്കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ റൂമിലെത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ വിസിറ്റിംഗ് വിസ തീരാൻ ആകെ 2 ആഴ്ച ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ജോലി കിട്ടി. അങ്ങനെ 2 വർഷം കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ വിസ തീരാറായി, റിന്യൂ ചെയ്യാറായി. അപ്പോൾ എന്നെ HR വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ വിസ തീരാറായി, 1.5 ലക്ഷം രൂപയോളം ഇവിടെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. ഈ ആഴ്ചയിൽ തന്നെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിൽ
ICUവിൽ ശ്വാസം മുട്ടലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം ഞങ്ങൾക്ക് ആകെ ടൈറ്റായിട്ട് ഇരിക്കുക. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. യൂഷ്വലി എനിക്ക് 9 to 1 5 to 10 ആണ് ഡ്യൂട്ടി വരുന്നത്. ഞാൻ 9 to 1 കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് വരുമ്പം ഞാൻ എൻ്റെ മുറി വന്നിട്ട് ഞാനൊരു കൊന്ത എത്തിച്ചിട്ടേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് കൊന്തയെല്ലാം പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന മാതാവിൻ്റെ ഒരു രൂപത്തെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ കരഞ്ഞ് മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് ഞാൻ ഈശോപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ ഈശോപ്പച്ച, എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ എന്നെ അവിടുത്തെ GM വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം പകുതി മാത്രം ഇപ്പം തന്നാൽ മതി, ബാക്കി ബാലൻസ് പൈസ നിങ്ങളുടെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നീ എന്താ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഇപ്പോഴും മെഡിക്കൽ സെൻറ്ററിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണോ, ഇതുവരെ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം OET ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഫെയില്. ഞാൻ പുറത്ത് പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. എല്ലാം അവസാനമാകുമ്പോൾ എല്ലാം അങ്ങ് നടക്കുന്നില്ല. അങ്ങനെയായപ്പോൾ എനിക്കും അങ്ങ് ഭയങ്കര സങ്കടം. എല്ലാവരും കുറ്റപ്പെടുത്തൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാനും ഇങ്ങനെ ഓർത്തു, ദൈവമേ, എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് 2 പറയുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര മുൻകോപിയായിരുന്നു ഞാൻ. എൻ്റെ ഒത്തിരിയേറെ സ്വഭാവങ്ങൾ ഒത്തിരിയേറെ മാറ്റി. ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. ടച്ചിങ് ആയിട്ടുള്ള പല മെസ്സേജുകൾ ഞാൻ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. എന്നിട്ടും ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മാറ്റങ്ങൾ വരുത്തി, എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ഞാനിങ്ങനെ ഓർത്തു. കാരുണ്യപ്രവൃത്തികൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എൻ്റെ കാരുണ്യപ്രവൃത്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് എല്ലാം ഞാൻ ദൈവത്തിനെയാണ് കാണുന്നത്. പിന്നെ പനി പിടിച്ച് വിറച്ച് വരുന്നവർക്ക് ഒക്കെ അവരെന്നോട് പുതപ്പ് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുവാണ്, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ പുതപ്പിച്ചു എന്നാണ് എനിക്ക് അതൊരു തോന്നുന്നത്. പിന്നെ ഞാൻ ഓരോ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നിട്ടും എനിക്ക് പറ്റാവുന്നവരെയൊക്കെ വിശക്കുന്നവരെയൊക്കെ ഞാൻ ഒത്തിരിയേറെ സഹായിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒത്തിരിയേറെ ജെനുവിനായിട്ട് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഞാൻ എപ്പോഴും എനിക്കും അവസാനമായപ്പോൾ എനിക്കും ഭയങ്കര ഡെസ്പായി. ഞാൻ ഭയങ്കര ഡിപ്രഷനായി. ദൈവമേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തൽ, എൻ്റെ അവിടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സും ഒക്കെ പറയും, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ ഇത്ര എളിമപ്പെട്ടിട്ടും എന്താ നിനക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചൊവ്വാഴ്ച എനിക്ക് ഓൺലൈൻ ഉടമ്പടി ധ്യാനം എനിക്ക് കാണാൻ പറ്റുകയില്ല. എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എനിക്ക് ബുധനാഴ്ചകളിലാണ് ഓഫ് വരുന്നത്. അന്ന് ഞാൻ എന്നും ഉടമ്പടി ധ്യാനം കാണും. അങ്ങനെ ധ്യാനം ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ജോസഫ് അച്ഛൻ പറയുവാണ്, ഒരാൾ 3 വർഷമായി സാക്ഷ്യം പറഞ്ഞിട്ട് അയാൾ എന്നാണോ സാക്ഷ്യം പറയുന്നത്, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, അന്നേരമേ അയാൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അത് എന്നെക്കുറിച്ചാണ് എന്ന്. പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, നീ എന്താണ് ഒന്നിനും ട്രൈ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്നേരം എല്ലാം ഞാനിങ്ങനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആ സമയത്തൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒത്തിരി പേർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ പൈസ ഇല്ലാതെയൊക്കെ വരുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ സോഷ്യൽ മീഡിയാസിലുള്ളവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കാറുണ്ട് ഞാൻ. പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അത്രയേറെ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഇപ്പോൾ ഒത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ എൻ്റെ കൃപാസന മാതാവിന് ഈശോപ്പച്ചനും ഒത്തിരിയേറെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരിയേറെ യെശയ്യാ 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അഖില മേരി ജെയിംസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലുണ്ടായ ഉയർച്ച താഴ്ചകളെയും അമ്മ മാതാവ് മകളെ വഴി നടത്തിയതും പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ഉടമ്പടിയിലേക്കുള്ള മടങ്ങി വരവ് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമായതുമാണ് ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പഠന ഭാഗമായിട്ട് അമ്മയുടെ അരികിൽ വന്ന അമ്മയെ കണ്ട് ഉടമ്പടി എടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. പാതിവഴിയിൽ വെച്ച് ഉടമ്പടി തിരിയൊന്ന് ഉഴപ്പി. പിന്നീട് അത് ക്ലേശങ്ങളുടെ ഒരു കാലമായി തീർന്നു. വിദേശത്ത് പോകുവാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകുന്നു. അങ്ങനെ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല, എവിടെയോ കാര്യമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് മകൾ തിരിച്ചറിയുന്നത് ഉടമ്പടിയിൽ തനിക്കുണ്ടായിരുന്ന തീഷ്ണത, അതിനോടുണ്ടായിരുന്ന വിശ്വസ്തത, അത് ജീവിച്ചിരുന്ന രീതികൾ, അതിൽ നിന്ന് പിന്നോട്ട് മാറിയത് തൻ്റെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല ഭൗതിക ജീവിതത്തെയും ബാധിച്ചു എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് മകൾ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ജോലി സ്ഥിരത ലഭിക്കുകയും വിദേശത്ത് പോകുവാൻ വഴിയൊരുങ്ങുകയും അവിടെ ജോലി കണ്ടെത്തുവാനുള്ള കാര്യങ്ങൾ ശരിയാവുകയും കുടുംബവും ജീവിത സാഹചര്യവും സുരക്ഷിതമായി സ്റ്റാറ്റസ് ഉയരുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിതത്തോടാണ് സംവേദിക്കുന്നത്. അത് ശരിക്കും നമ്മൾ ഗ്രാഫുകൾ കാണുന്നത് പോലെ ഈ തരംഗങ്ങൾ പോലെ എപ്പോഴും നമുക്ക് കാണാനാവും. നമ്മൾ ഉടമ്പടിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ആ തരംഗം ഉയർന്നു തന്നെ വരും. നമ്മൾ ആ വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറി അലസതയും അലക്ഷ്യമായും ജീവിതം നമ്മൾ നയിച്ചു തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ദൈവകൃപയും ദൈവാനുഗ്രഹവും ദൈവ സാന്നിധ്യവും കുറയുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും സ്റ്റഡിയായി പോവുക ആത്മശുദ്ധിയോടുകൂടി ജീവിതത്തെ നിലനിർത്തുന്നവർക്ക് മാത്രമാണ്. ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടി നാം ഓടിവന്നെടുത്ത് അത് കഴിയുമ്പോൾ മടക്കി വയ്ക്കേണ്ടതല്ല. ഉടമ്പടി ഓരോ നിമിഷവും ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ വേണ്ടി നാം എടുക്കുന്ന ഓപ്ഷനാവണം. പലപ്പോഴും നമ്മൾ പരീക്ഷാ വിജയത്തിന്, ജോലി കിട്ടുന്നതിന്, കുടുംബ സമാധാനത്തിന്, വിവാഹം നടക്കുന്നതിനുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ കരുതുന്നു കാര്യങ്ങളെല്ലാം സെറ്റായെന്ന്. പക്ഷേ ഉടമ്പടി നിങ്ങൾ എടുത്തവരാണോ വളരെ വേഗത്തിൽ മനസ്സിലാവും, ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ 10 കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രം അമ്മയെ കാണുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് നമ്മുടെ ജീവിതം തന്നെ കുറേ കൂടി ആത്മീയ ഇരുത്തത്തിലേക്ക്, ദൈവിക സംരക്ഷണത്തിലേക്ക്, ദൈവസ്നേഹ അനുഭവത്തിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നതായി നാം മാറ്റുവാൻ തയ്യാറാകുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നാം പോലും അറിയാതെ ഒരു ദൈവികമായ സംരക്ഷണയിൽ മുന്നോട്ട് പോകുന്നതും പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ഇന്നലെയും നാളെയും ഞാൻ എങ്ങനെയാകും എന്ന ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. ജോലി കിട്ടുന്നതിന് മുമ്പും ജോലി കിട്ടിയ ശേഷവും, പരീക്ഷ വിജയിച്ചതിന് ശേഷവും വിജയിക്കുന്നതിന് മുമ്പും ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിന് മുമ്പിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കാര്യം നേടിയിട്ട് ഇട്ടിട്ട് പോകുവാനുള്ളതല്ല, കാര്യങ്ങൾ ലഭിക്കും തോറും കൂടുതൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിതത്തെ ആഴപ്പെടുത്തുവാനുള്ളതാണ്.
അതിനുവേണ്ടി അമ്മയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അലസതയും വീഴ്ചയും വരുന്നുവെങ്കിൽ അവ തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് മേൽ ദൈവശക്തി പ്രവഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കിലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് കൃപാസന മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ ലിജി, സെന്റ് അലോഷ്യസ് സഭാംഗമാണ്. ഞാൻ തെലങ്കാനയിലെ കമ്മം രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2021 ഒക്ടോബർ 27 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് കൃപാസന പത്രം കിട്ടുകയും അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എനിക്ക് കൃപാസന പത്രം കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ നിയോഗം UGC നെറ്റ് പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു. ഞാനപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മേ ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അമ്മേ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ എ ഗ്രേസ്. ഞാൻ അമ്മയുടെ ഗ്രേസിൽ വിശ്വസിച്ച് ഞാൻ ഇത് എഴുതാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനുള്ള സമയം, ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് പ്രിപ്പയറായി വിശുദ്ധ തൈലം എൻ്റെ കൈകളിലും നെറ്റിയിലും പുരട്ടി വെഞ്ചരിച്ച ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ വിതറുകയും എക്സാം എഴുതിയതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ബസ് സ്കൂൾ കുട്ടികളുമായി ഒരു കുഴിയിൽ വീഴുകയും കുറേ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് എല്ലാം വിഫലമായി. എൻ്റെ കയ്യിൽ കൃപാസന ഉപ്പുണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾ ബസ്സിൻ്റെ ചില്ലിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിത്തിൻ എ സെക്കൻഡ് ബസ് സ്റ്റാർട്ടാകുകയും വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ ബസ്സിനെയും കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. മൂന്നാമതായി, എനിക്കറിയാവുന്ന ഒരു സന്യാസി സമൂഹത്തിലെ വ്യക്തിയുടെ 3 വർഷമായി നിത്യവ്രത വാഗ്ദാനം തടസ്സമായി നിന്നിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വയ്ക്കുകയും 3 മാസത്തിനുള്ളിൽ നിത്യവ്രത വാഗ്ദാനം നൽകിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പ്രേസ്ത പ്രവർത്തനമായി ഇവിടെ വന്ന് ഞാൻ തെലുഗു പത്രം, തമിഴ് പത്രം, ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്. തെലുഗു പത്രങ്ങൾ ഓരോരോ വീടുകളിൽ പോയി കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ആ കൃപാസന പത്രം കൊടുത്തപ്പോൾ അവർക്ക് കുറേ സൗഖ്യം ലഭിച്ചതായി അവർ ഞങ്ങളോട് പിന്നെ പറയുകയും പിന്നെയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അറിയുന്നവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ എനിക്ക് സാധിച്ചു. പ്രാർത്ഥന ചെല്ലുന്നതല്ല ചെയ്യുന്നതാണെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും എൻ്റെ തന്നെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ എനിക്ക് വളരുവാനും സാധിച്ചു. ഞങ്ങളുടെ സഭയുടേതായ പ്രാർത്ഥനകളുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായി ദൈവത്തെ അറിയുവാനും വിശുദ്ധ കുർബാനയിൽ സജീവനായി ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. ദിവ്യ ആരാധനയിൽ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം എനിക്ക് ദർശിക്കുവാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ ഭക്തിയോടും മാലാഹമാരുടെ ഒത്താണ് നമ്മൾ ഈശോയെ ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് അത് സാധിച്ചു കിട്ടാറുണ്ട്. വിളിപ്പുറത്തുള്ള മാതാവാണ് നമ്മുടെ കൃപാസന മാതാവ്. അപ്പം ഞങ്ങൾക്ക് 10 വർഷമായി കിട്ടാതിരുന്നൊരു സ്വർണവും പണവുമായിരുന്നു. ഞങ്ങൾ ഓർത്തത് ഇത് കിട്ടത്തില്ല. ഞാനപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇത് പെട്ടെന്ന് തന്നെ അവർ നൽകുകയും പൈസയും പണവും ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു. കൃപാസന മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി 3rd അറ്റംപ്റ്റിൽ വരെ UGC നെറ്റ് ഫെയിലായി. ഞാൻ പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 4th അറ്റംപ്റ്റിൽ പാസ്സാകുകയും അവർക്ക് കൃപാസന മാതാവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ടീച്ചിങ് ഫീൽഡായതുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കൂടുതൽ കെയർ കൊടുക്കുകയും അവർക്ക് സ്പെഷ്യലായിട്ട് ട്യൂഷൻ എടുക്കുകയും പിന്നെ ഓരോ കുട്ടികളുടെ വീട്ടിൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവർ പേരൻസുമായിട്ട് സംസാരിക്കുകയും അവരുടെ കഷ്ടതകൾ
അറിഞ്ഞ് അവർക്ക് മോറൽ സപ്പോർട്ട് നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരു പേരൻ്റ് ഇല്ലാത്ത കുട്ടിക്ക് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിട്ട് ഫീസ് പേ ചെയ്യാനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃപാസന മാതാവ്, ഞാൻ എപ്പോൾ സഞ്ചരിച്ചാലും കൃപാസന മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും പ്രൊട്ടക്ഷനും ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും വേറെ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ട്രെയിനിൽ ഒരു പ്രാവശ്യം എൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു, അത് ക്യാൻസലായിപ്പോയി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായി പെട്ടെന്ന് തന്നെ TTR എനിക്ക് AC കമ്പാർട്ട്മെൻറ്റിലൊരു സീറ്റ് സജ്ജമാക്കി തരികയും ചെയ്തു. പിന്നെ എപ്പോൾ ഞാൻ ഏത് ചെറിയ നന്മകൾ ചെയ്യുമ്പോഴും ഈശോയെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ചെറിയ കാര്യങ്ങളായാലും ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളും കൃപാസന മാധവൻ്റെ കരം പിടിച്ച് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തി നിത്യജീവിതത്തിൽ എത്തുകയാണ് എന്നതാണ് എൻ്റെ ആഗ്രഹം. ദൈവനാമത്തിന് മഹത്വം. ആമേൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കൃപാസന ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത മക്കളെന്ന് നാം തിരിച്ചറിയുകയാണ്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഫലപ്രദമാകണം. എൻ്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടമായ ഫലങ്ങൾ കായ്ക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. സിസ്റ്റർ ലിജി OSA നമ്മളോട് പങ്കുവച്ചത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ഒരു മകളായി ഈശോയുടെ അമ്മയുടെയും കൂടെ ഉടമ്പടി ജീവിതം നയിച്ച് സിസ്റ്ററിന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ആണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, സന്യാസ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത ഒരു വിളിയാണ് ദൈവവിളി. ദൈവം നൽകിയ ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. വൊക്കേഷൻ ഈസ് എ ബ്ലെസ്സിങ്. ഇന്ന് ഉടമ്പടിയിൽ ഈശോ നമ്മെ വിളിക്കുന്നത് നാം തിരഞ്ഞെടുത്ത ജീവിതത്തിലൂടെ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ആ ബന്ധം റിന്യൂ ചെയ്യാനാണ്, ഒരു വിശുദ്ധിയിലേക്കുള്ള, ഒരു നവീകരണത്തിലേക്കുള്ള, ഒരു നവജീവനിലേക്കുള്ള ഒരു വിളിയാണ് കൃപാസനം ഉടമ്പടി. നമുക്കറിയാം, നാം തിരഞ്ഞെടുത്ത ജനമാണ്. പക്ഷെങ്കിൽ ഇന്ന് ഉടമ്പടിയിലൂടെ നാം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെയാണ് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നമ്മെ വിളിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഉടമ്പടിയിലൂടെ, കൃപാസനം അമ്മയിലൂടെ, കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. ഫലം കായ്ക്കുന്ന അലിമിതയിലേക്കുള്ള ഒരു വിളിയാണ്, ഒരു ജീവിതത്തിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും പാപത്തിൽ നിന്നും മോചനവും കുടുംബത്തിലും സന്യാസ ജീവിതത്തിലും സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടി നമുക്ക് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം ഭയങ്കര ബിസിയാണ്, വളരെ ഫാസ്റ്റ് മൂവിങ് ടെക്നോളജിക്കൽ ഡെവലപ്ഡ് ഡേയ്സാണ്. പക്ഷെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ വിശുദ്ധിയിലും ജീവിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഉടമ്പടി. സിസ്റ്റർ ലിജിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. UGC നെറ്റിൽ ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചിരുന്നു, അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. സഫീഷ്യൻ്റ് സമയം കിട്ടിയില്ല പഠിക്കുവാനും പ്രിപ്പയർ ചെയ്യുവാനും. പക്ഷെങ്കിൽ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കൂടെ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചാണ് സിസ്റ്റർ പരീക്ഷയ്ക്ക് പോയത്. UGC നെറ്റ് എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചുവെന്നും അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് എൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് എക്സാം പാസ്സായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് സിസ്റ്റർ ലിജി നമ്മുടെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ഓരോ പ്രശ്നത്തിലും പ്രതിസന്ധികളിലും സിസ്റ്റർ എപ്പോഴും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുകയാണ്. ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും കയ്യിലുണ്ട്. സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടപ്പോഴും
കുഴിയിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് വളരെ ശ്രമിച്ചു, രക്ഷാകര പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടന്നു. പക്ഷെങ്കിൽ ദ മൊമെൻറ്റ് ഷീ പുട്ട് ദ സോൾട്ട്, ഇത് വെഞ്ചരിച്ച് സോൾട്ട് ഇട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെയാണ് പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചത്. അവിടെയും സഞ്ചാരി മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് സിസ്റ്ററിന് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് സന്യാസ സഭയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വർഷത്തോളം നിത്യവ്രതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, അതും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി ജീവിതം സിസ്റ്ററിൻ്റെ ആ ആത്മീയതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേട്ടു. 3 വർഷം കാത്തിരിക്കുകയായിരുന്ന ആ വ്യക്തി 3 മാസത്തിനുള്ളിൽ നിത്യവ്രതത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിത്യവ്രതം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതും സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ എന്താവശ്യമായാലും, സന്യാസ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയോട് പറയുന്ന എന്ത് കാര്യവും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സന്നിധിയിൽ പ്രത്യക്ഷയായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. 3 വർഷമായി കാത്തിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു നിത്യവ്രത വാഗ്ദാനം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച തടസ്സങ്ങളെല്ലാം മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ തടസ്സങ്ങൾ മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പല ഭാഷയിൽ, അതായത് മലയാളം, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷയിൽ പത്രങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഈശോയുടെ അമ്മയുടെ സ്നേഹം കൂടുതൽ തീഷ്ണതയോടെ കൊടുക്കുവാൻ സാധിച്ചു. കാരണം സിസ്റ്റർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു പത്രം കിട്ടിയത്, കൃപാസന പത്രം. അതിൽ കൂടിയാണ് കൃപാസനത്തെ പറ്റി അറിയുകയും കൃപാസനം അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാൻ, മധ്യസ്ഥയിലൂടെയുള്ള അനുഗ്രഹം ലഭിക്കാൻ സാധിച്ചത്. അതുമൂലം സിസ്റ്ററും അതുപോലെ തന്നെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും പത്രങ്ങൾ പല ഭാഷയിലും വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ സാധിച്ചു എന്നാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് സ്കൂളിലെ കുട്ടികളെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെയോ സഹായിക്കുവാനും ആ കൂടുതൽ തീഷ്ണതയോടെ കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ അവയർനെസ്സോട് കൂടി കൂടുതൽ ആഴപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടുതൽ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യാനും പണ്ടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ തീഷ്ണതയാണ് ഉടമ്പടിയിൽ വന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമുക്കറിയാം സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് റിലീജിയസ് ലൈഫിൽ. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ കൂടുതൽ തീഷ്ണതയാണ്, കൂടുതലൊരു ഉണർവാണ്, ജീവിതത്തിലൊരു മാറ്റമാണ്, ഒരു കൂടുതൽ സമാധാനവും സന്തോഷവും മറ്റൊരിക്കലും കിട്ടാത്ത ഒരു സമാധാനമാണ്, ഒരു ദൈവത്തോടുള്ള കൂടുതൽ അടുക്കുവാനുള്ള ദൈവസ്നേഹവും മറ്റുള്ളവർക്കുള്ള കരുണയും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ്. കൂടുതൽ ദിവ്യബലിയിൽ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. നമുക്കറിയാം ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്നും ഇന്നും നമുക്ക് ഏറ്റവും ഉറപ്പുള്ളതാണ് ദൈവസാന്നിധ്യം. ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവസാന്നിധ്യമാണ്. ഏതവസ്ഥയിലായാലും ഏത് പ്രതിസന്ധിയിലായാലും നമ്മുടെ കൂടെ, ഉടമ്പടി മക്കളുടെ കൂടെ ഇന്ന് നമുക്കുള്ളത് ദൈവസാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ലോകത്തിന് ഇന്നൊരമ്മയാണ് കൃപാസനം അമ്മ. ഏതവസ്ഥയിലും നമുക്ക് ആ അമ്മയുടെ അരികിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൃപാസനം അമ്മ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ്. നാം തിരഞ്ഞെടുത്തതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശ്രേഷ്ഠ ജനമാണ്. ആ ദൈവത്തിൻ്റെ ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മളെ നിർത്തിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.